ഒരു ജിഹാദിക്ക് ഹിന്ദുക്കൾ പരമപവിത്രമായി കാണുന്ന ഗംഗാനദിയിൽ എന്നെങ്കിലും ചെന്ന് ഗംഗാനദിയിലേക്കൊന്ന് കാർക്കിച്ച് തുപ്പണമെന്നുള്ളൊരാഗ്രഹം വളരെ ഇങ്ങനെ ഉള്ളിൽ തിക്കിത്തകട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കുകയും ചെയ്തു ആ ഒരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരാഗ്രഹത്തിന് കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആദ്യം ആ ജിഹാദിയുടെ പേര് പറയാം. സക്രിയ മാനൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സക്രിയ മാനൂർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു മുസ്ലിം ലീഗുകാരനാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ, ഇന്ന് അതും ഒരു വിഷയമാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഇതിൽ കോൺഗ്രസ്സുകാരിലെ ജിഹാദികൾ എന്നാൽ മുസ്ലിം ലീഗ് മനസ്സുമായി അല്ലെങ്കിൽ മുഖംമൂടിയുമായി പാണക്കാട്ടെ തങ്ങന്മാരാണ് ലോകത്തെ ഏറ്റവും നല്ല തങ്ങന്മാർ എന്നുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അടിസ്ഥാനപരമായിട്ട് മുസ്ലിം മതവിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഗംഗാനദിയിലേക്ക് ഒന്ന് കാർക്കിച്ചു തുപ്പണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ഈ ഒരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുവാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 42-47 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി 47 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ കുറേ ഗുണ്ടകളെയും കള്ളന്മാരെയും എല്ലാം നാട്ടുകാരും പോലീസുകാരും കൂടി ചേർന്ന് പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് ആസിഡ് ഒഴിച്ച് അവരുടെ കാഴ്ചയില്ലാതാക്കിയിരുന്നു. ഈ കാഴ്ചയില്ലാതാക്കുന്ന അവസരത്തിൽ അവർ ആ ആസിഡിനെ വിളിച്ചിരുന്നത് ഗംഗാജലമെന്നാണ്. അതായത് നിങ്ങളുടെ പാപങ്ങൾ കഴുകി കളയാൻ ഇത് ഗംഗാജലമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കണ്ണിലേക്ക് ആ ആസിഡ് ഒഴിച്ചിരുന്നത്. ആ സംഭവത്തെ അടിസ്ഥാനമാക്കി പ്രകാശ് ഝാ എന്നൊരു സംവിധായകൻ ഗംഗാജൽ എന്നൊരു സിനിമ, 2 ഭാഗങ്ങളുണ്ട്. രണ്ടാം ഭാഗത്തിൽ പ്രിയങ്ക ചോപ്രയായിരുന്നു. ആദ്യത്തെ ഭാഗം ഒരല്പം സാമ്പത്തികമായി വിജയിച്ച സിനിമയായിരുന്നു. അജയ് ദേവഗൺ നായകനായിട്ടുള്ള ഗംഗാജൽ എന്നുള്ളൊരു സിനിമ ചെയ്തിരുന്നു. 47 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഓർക്കണം. നിതീഷ് കുമാറിൻ്റെ ഭരണം വരുന്നതുവരെ, പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിൻ്റെ, ഈ സംഭവം നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ്സാണ് ബീഹാർ ഭരിക്കുന്നത്. എന്നാൽ ബീഹാറിൽ പൊതുവെ ഒരു ജംഗിൾ രാജ് നടപ്പാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു നിതീഷ് കുമാറിൻ്റെ ഭരണം വരുന്നതുവരെ. നിതീഷ് കുമാറിൻ്റെ ഭരണകാലത്ത് അതിനെക്കുറിച്ച് എന്ത് കുറ്റവും കുറവും പറഞ്ഞാലും ക്രമസമാധാനം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഈ RJDയുമായി എപ്പോഴൊക്കെ കൂട്ടുകൂടുകയോ അപ്പോഴൊക്കെ അല്ലാതെ, ആ അവസരങ്ങളിലല്ലാതെ, RJD എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ ജംഗിൾ രാജിൻ്റെ പല പ്രതിരൂപങ്ങളും തിരികെ വന്നിട്ടുണ്ട് ബീഹാറിൽ.